നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് പുതുക്കാൻ വേണ്ടി പറ്റും. ഹായ് ഗൈസ്, അങ്ങനെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ കാനഡ PR വെച്ചിട്ടുണ്ട്, നിങ്ങളൊരു PNB ആപ്ലിക്കേഷൻ ആണ്, അത് ബേസ് PNB ആണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ലിങ്ക്ഡ് PNB ആണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള PNB ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വെച്ചിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്, AOR കിട്ടിയാൽ മാത്രമേ നമ്മുടെ വർക്ക് പെർമിറ്റ് ബ്രിഡ്ജ് ഓപ്പൺ പെർമിറ്റിലോട്ട് മാറാൻ വേണ്ടി പറ്റത്തുള്ളൂ. വർക്ക് പെർമിറ്റ് തീരാറായി പോയിട്ടുള്ള ആൾക്കാർക്ക് പോലും ചിലപ്പോൾ AOR കിട്ടാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് വർക്ക് പെർമിറ്റ് പുതുക്കാൻ വേണ്ടി പറ്റത്തില്ല, വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി പോകും. PNB ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്, അത് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ വർക്ക് പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അങ്ങനെ കുറെ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കാനഡ ഗവൺമെന്റ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ഗുണമുള്ള കാര്യമാണ്, കാരണം നിങ്ങൾ ഏത് തരത്തിലുള്ള PNB വെച്ചാൽ പോലും നിങ്ങൾക്ക് AOR കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് പുതുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ പുതുക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ PNB ബ്രിഡ്ജ് ഓപ്പൺ വർക്ക് പെർമിറ്റ്, അതായത് A75 എന്ന് പറയുന്ന രീതിയിലുള്ള വർക്ക് പെർമിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എംപ്ലോയർ സ്പെസിഫിക് PNB വർക്ക് പെർമിറ്റ് ഉണ്ട്, അതായത് T30 എന്ന് പറഞ്ഞ വർക്ക് പെർമിറ്റ് ഉണ്ട്. ആ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ PNB ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ആൾക്കാരുടെ സ്പൗസ് അല്ലെങ്കിൽ കോമൺ ലോ പാർട്ണർ, ഇവർക്ക് എല്ലാവർക്കും അവരുടെ വർക്ക് പെർമിറ്റ് പുതുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഈ പുതിയ റൂൾ അനുസരിച്ചിട്ട്. അത് നല്ലൊരു കാര്യമാണ്. നേരത്തെ AOR കിട്ടിയാൽ മാത്രമേ അവർക്ക് എല്ലാവർക്കും പുതുക്കാൻ വേണ്ടി പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ AORന്റെ ആവശ്യമില്ല. എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് ഈ വേണ്ടെന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഇമെയിൽ കൺഫർമേഷൻ ഷോയിങ് യുവർ PR ആപ്ലിക്കേഷൻ വാസ് സബ്മിറ്റഡ് ഓൺലൈൻ. അതുപോലെ തന്നെ പ്രൂഫ് ദാറ്റ് PR ഫീസ് വെയർ പെയ്ഡ്, അതായത് നിങ്ങൾ PRന്റെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവും, അതുപോലെ തന്നെ നിങ്ങൾ PRന്റെ ഫീസ് അടച്ചിട്ടുണ്ട് എന്നുള്ള 2 ഡോക്യുമെന്റ് വെച്ചോണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ ഇൻ IRCC സിസ്റ്റം ദാറ്റ് യുവർ PR ആപ്ലിക്കേഷൻ ഹാസ് ബീൻ റിസീവ്ഡ് ആൻഡ് റിമെയിൻ ഇൻ പെൻഡിങ്. അതായത് നിങ്ങൾ PR ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്, IRCC റിസീവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ പെൻഡിങ് ആണ്, നിങ്ങൾക്ക് AOR കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് എല്ലാം വെച്ചുകൊണ്ട് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലാണ് IRCC പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നല്ലൊരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും പറ്റത്തില്ല, അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൂടെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ കാനഡ വിട്ട് പുറത്തു പോകാൻ വേണ്ടി പാടില്ല, നാട്ടിൽ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നിങ്ങൾ ഇൻസൈഡ് കാനഡ തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതുപോലെ തന്നെ ഡസ് നോട്ട് ചേഞ്ച് എലിജിബിലിറ്റി റിക്വയർമെന്റ്. നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷമോ അപ്ലൈ ചെയ്തതിന് മുമ്പോ ഒരു കാരണവശാലും നിങ്ങൾ എലിജിബിലിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. അതായത് CRS സ്കോർ ആയിരിക്കാം, അല്ലെങ്കിൽ PNB ജോലി മാറാം, അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. IELTS ഇംപ്രൂവ് ചെയ്യാം, എക്സ്പയർ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. സ്കോർ കുറയുന്ന തരത്തിലേക്കൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എംപ്ലോയർ വിട്ട് വേറെ എംപ്ലോയർ അടുത്ത് പോകുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. NOC കോഡ് മാറ്റുക, അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പാടില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് IT കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ PRന് വെച്ചിട്ടുണ്ട്, PNB വെച്ചിട്ടുണ്ട്, അത് ഏത് സാഹചര്യത്തിലാണോ അതേപോലെ തന്നെ തുടരണം. ആ എലിജിബിലിറ്റിയിൽ ഒരു മാറ്റവും വരുത്താൻ വേണ്ടി പാടില്ല. മാറിക്കഴിഞ്ഞാൽ വർക്കൗട്ട് ആവത്തില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത് വെച്ചു 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് AOR കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വെബ് ഫോം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ AOR സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം, ഞാൻ ആൾറെഡി ഇങ്ങനെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് AOR കിട്ടി. നിങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് AOR കിട്ടി നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. AOR കിട്ടാത്തടത്തോളം കാലമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത്. വൺസ് നിങ്ങൾക്ക് AOR കിട്ടിക്കഴിഞ്ഞാൽ അത് IRCC പറഞ്ഞിട്ട് ഈ AOR ഡോക്യുമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ ബ്രിഡ്ജ് ഓപ്പൺ റൂളിലേക്ക് പ്രോപ്പറായിട്ട് മാറണം. കാരണം ഇതൊരു ഈസി വേ ആണ്, പക്ഷെ AOR ആണ് അതിന് മെയിൻ ആയിട്ടുള്ള സംഭവം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ജൂൺ 9, 2026 ഡിസംബർ 31, 2026 ഇടയ്ക്കുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിനുള്ളിലുള്ള ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലും അവർ അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല. എന്തായാലും ഡിസംബർ 31, 2026 വരെ സമയമുണ്ട്. ചിലപ്പോൾ അതിന് ശേഷവും അവർ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും PNB വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ഹാപ്പി ഉള്ളൊരു കാര്യമാണ്, കാരണം സ്പൗസും എല്ലാവരും കൂടെ കാണുമല്ലോ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ വർക്ക് പെർമിറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടായിരിക്കും. AOR കിട്ടുന്നവരുടെ ടെൻഷനാണ്. AOR ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ലീഗലി കാനഡയിൽ നിന്ന് പോകാനാണെങ്കിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കാനഡ ഗവൺമെന്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും നല്ലൊരു കാര്യമാണ്. അപ്പൊ ഈ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്പെടാമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും അഭിപ്രായമുള്ള ഉറപ്പായിട്ടും കമന്റിൽ പറയണം. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും കാനഡയിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കാനഡയിൽ ഉണ്ട്, അവർ PNB അപ്ലൈ ചെയ്തിട്ടുണ്ട്, അവർക്ക് വർക്ക് പെർമിറ്റ് തീരാറായിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കിട്ടുന്നതാണ്. വീണ്ടും കാണുമ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.